ക്വസ്റ്റ്യൻ നമ്പർ 1. സത്പുര നദിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? സത്പുര നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ദുബ്ഗാർഗ്. ആൻസർ ഓപ്ഷൻ 2 ദുബ്ഗാർഗ്. 2. ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ഗോദാവരി കൃഷ്ണ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 കൊല്ലേരു. ആൻസർ ഓപ്ഷൻ 3 കൊല്ലേരു. 3. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 4. ഒരിനം മുതലവർഗമായ ഘാരിയൽ കാണപ്പെടുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ഗണ്ഡക്. മുതലവർഗമായ ഘാരിയൽ കാണപ്പെടുന്ന നദി ഗണ്ഡക്. 5. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഗുജറാത്ത്. 6. ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം. ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1974. 1974. 7th ക്വസ്റ്റ്യൻ. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെ? വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ 1 ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത്? ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 ചെമ്മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ് ചെമ്മണ്ണ്. 9. കൃഷിക്കായി ഒരു പ്രത്യേക ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 കർണാടകം. കൃഷിക്കായി ഒരു പ്രത്യേക ബഡ്ജറ്റ് തയ്യാറാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകം. 10. തൂത്തുക്കുടി പോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏത്? തൂത്തുക്കുടി പോർട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നം ഏത്? ആൻസർ ഓപ്ഷൻ 3 ഉപ്പ്. ആൻസർ ഓപ്ഷൻ 3 ഉപ്പ്. 11. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ 1 1628. ആൻസർ ഓപ്ഷൻ 1 1628. 12. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മലബാർ. ആൻസർ ഓപ്ഷൻ 4 മലബാർ. 13. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 2 ജോർജ് ഹാമിൽട്ടൺ. ആൻസർ ഓപ്ഷൻ 2 ജോർജ് ഹാമിൽട്ടൺ. 14. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 MN റോയ്. ആൻസർ ഓപ്ഷൻ 3 MN റോയ്. 15. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 1 ഉദ്ധം സിംഗ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് ഉദ്ധം സിംഗ്.
16-ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ശ്യാംജി കൃഷ്ണവർമ്മ. ആൻസർ ഓപ്ഷൻ 4 ശ്യാംജി കൃഷ്ണവർമ്മ. 17. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ഏത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1793. ആൻസർ ഓപ്ഷൻ 2 1793. 18. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ചാൾസ് മെറ്റ്കാഫ്. ആൻസർ ഓപ്ഷൻ 3 ചാൾസ് മെറ്റ്കാഫ്. 19. മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആര്? മദ്രാസ് മഹാജനസഭയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ആർ ബാലാജി റാവു. ആൻസർ ഓപ്ഷൻ 1 ആർ ബാലാജി റാവു. 20. ദി എവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര്? ദി എവല്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആൻസർ ഓപ്ഷൻ 4 വിജയലക്ഷ്മി പണ്ഡിറ്റ്. 21. ഭാഷയിലും അർത്ഥത്തിലും 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ തനി പകർപ്പ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 എൻ ശ്രീനിവാസൻ. ആൻസർ ഓപ്ഷൻ 2 എൻ ശ്രീനിവാസൻ. 22. ഐക്യരാഷ്ട്ര സംഘടന ഇൻ്റർനാഷണൽ ഡേ ഓഫ് പാർലമെൻറ്റിസം ആയി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 3 ജൂൺ 30. ആൻസർ ഓപ്ഷൻ 3 ജൂൺ 30. 23. ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 മേഘാലയ. ആൻസർ ഓപ്ഷൻ 1 മേഘാലയ. 24. ഭരണഘടനയിൽ ഇലക്ടറൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 54-ാം ഭരണഘടനാ വകുപ്പ്. ആൻസർ ഓപ്ഷൻ 4 54-ാം ഭരണഘടനാ വകുപ്പ്. 25. റിലീജിയൻ, സയൻസ് ആൻഡ് കൾച്ചർ എന്ന കൃതി രചിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. റിലീജിയൻ, സയൻസ് ആൻഡ് കൾച്ചർ എന്ന കൃതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 26. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 18-ാം ഭരണഘടനാ ഭാഗം. ഭാഗം 18. 27. ഏതു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആഭ്യന്തര അസ്വസ്ഥത എന്നത് സായുധ കലാപം എന്ന് ആക്കി മാറ്റിയത്? ആൻസർ ഓപ്ഷൻ 1 44-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ 1 44-ാം ഭരണഘടനാ ഭേദഗതി. 28. ചുവടെ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 മദ്യം. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് മദ്യം. 29. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 പ്ലേറ്റോ. ആൻസർ ഓപ്ഷൻ 2 പ്ലേറ്റോ. 30. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏക പൗരത്വം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ആൻസർ ഓപ്ഷൻ 3 ബ്രിട്ടൻ. ആൻസർ ഓപ്ഷൻ 3 ബ്രിട്ടൻ.
31. കേരളത്തിലെ ഏറ്റവും കുറവ് പട്ടികജാതിക്കാർ ഉള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കുറവ് പട്ടികജാതിക്കാർ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 വയനാട്. ആൻസർ ഓപ്ഷൻ 1 വയനാട്. 32. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ആൻസർ ഓപ്ഷൻ 4 മണിയാർ. ആൻസർ ഓപ്ഷൻ 4 മണിയാർ. 33. പമ്പാ നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? പമ്പാ നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ 2 176 കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ 2 176 കിലോമീറ്റർ. 34. കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ മീഡിയം നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ 2 4 മീഡിയം നദികളാണ് കേരളത്തിലുള്ളത്. 35. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്റർ ആണ്? കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ 3 300 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ 3 300 സെൻറ്റിമീറ്റർ. 36. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ 1 1975. ആൻസർ ഓപ്ഷൻ 1 1975. 37. 2018 കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ 4 കേരളം. ആൻസർ ഓപ്ഷൻ 4 കേരളം. 38. ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ചെന്തുരുണി. തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് ചെന്തുരുണി. 39. കേരളം മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ഡോക്ടർ തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യരും എന്ന ഗ്രന്ഥം ഡോക്ടർ തോമസ് ഐസക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ജൈവ എന്നത് അത്യുൽപാദന ശേഷിയുള്ള ഏത് വിളയുടെ സങ്കരയിനമാണ്? ആൻസർ ഓപ്ഷൻ 3 നെല്ല്. ജൈവ എന്നത് നെല്ലിൻ്റെ സങ്കരയിനമാണ്. താങ്ക് യു സോ മച്ച്.